തീരദേശ കൈപ്പാട് കർഷകർക്കായി ഉത്തരമേഖല തീരദേശ നെൽകർഷക ശില്പശാല പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തുടക്കമായി. സമയം ഓഡിറ്റോറിയത്തിൽ കൈപ്പാട് കർഷക കൂട്ടായ്മ ഭാരവാഹികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ കൈപ്പാട് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും തീരദേശ നെൽകൃഷി വ്യാപനത്തിനുള്ള നിർദ്ദേശങ്ങളും ശില്പശാലയിലൂടെ സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തിലാണ് കൈപ്പാട് കർഷകരെ പങ്കെടുപ്പിച്ച് ശില്പശാല നടത്തുന്നത്. ശില്പശാലയിൽ രൂപപ്പെടുന്ന നിർദ്ദേശങ്ങൾ പുതുതായി വരുന്ന ഗവൺമെന്റിൽ സമർപ്പിക്കും. ചമയം ഓഡിറ്റോറിയത്തിൽ ശില്പശാല കൈപ്പാട് കർഷക കൂട്ടായ്മ ഭാരവാഹികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കൈപ്പാട് ഏജൻസി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ടി വനജ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ KN ജ്യോതികുമാരി മുഖ്യപ്രഭാഷണം നടത്തി. സർക്കാരിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ ഇത്രയും സാധ്യതകൾ ഉണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിരിക്കുന്നത് ആകെ 84 ഹെക്ടർ സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത് കൈപ്പാട് കൃഷി. അതിന് നമ്മൾ LSGD ഫണ്ട് 22.88 ലക്ഷവും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 12.6748 ലക്ഷവുമാണ് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. ഇപ്പം പല പ്രശ്നങ്ങളും നമ്മളിവിടെ പറയുകയുണ്ടായി. തൊഴിലാളികളുടെ അഭാവം, യന്ത്രവൽക്കരണത്തിൻ്റെ ഫലം കാണാത്തത്, കാലാവസ്ഥാ വ്യതിയാനം, പക്ഷികളുടെയും മറ്റും ശല്യം, പിന്നെ പുതിയ തലമുറ കൃഷിയിലേക്ക് വരാത്തത്, പിന്നെ കൃഷി ചെയ്യുമ്പം നിലവിൽ മാർച്ച് 31 തന്നെ ചെമ്മീൻ വേണ്ടി അടക്കാത്ത അവസ്ഥ ഉള്ളത്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പാർവതി ശശിധരൻ, അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ P രേണു, കല്യാശ്ശേരി അസിസ്റ്റന്റ് ഡയറക്ടർ സതീഷ് കുമാർ, എടക്കാട് അസിസ്റ്റന്റ് ഡയറക്ടർ നിഷ ജോസ്, മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് K മോഹനൻ, സെക്രട്ടറി MK സുകുമാരൻ എന്നിവർ സംസാരിച്ചു. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സഞ്ജു ബാലൻ വിഷയാവതരണം നടത്തി. തുടർന്ന് ഗവേഷണ കേന്ദ്രത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനവും നടന്നു. നെൽകൃഷി ഗവേഷണത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള 2 ദേശീയ പുരസ്കാരങ്ങളും 3 സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങളും നേടിയ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജയ്ക്ക് ശില്പശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ വിവിധ കാർഷിക കൂട്ടായ്മകൾ ചേർന്ന് ആദരവ് നൽകി. ആദ്യ ദിനം കണ്ണൂർ ജില്ലയിലെ കാട്ടാമ്പള്ളി, കണ്ണൂർ മേഖലകളിലെ 100-ൽ പരം കർഷകരാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. വ്യാഴാഴ്ച കാസർഗോഡ് ജില്ലയിലെ തീരദേശ കർഷകരാണ് ശില്പശാലയിൽ പങ്കെടുക്കുക. കോഴിക്കോട് ജില്ലയിലെ കർഷകർക്കായി വെള്ളിയാഴ്ച കാരന്നൂർ LP UP സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ശില്പശാല നടക്കുക. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.